വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടുന്നെങ്ങൾ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടുന്നെങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുരവീഞ്ഞായി. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുരവീഞ്ഞായി. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയോരെന്നെ രൂപഭാവ മാറ്റമേകി സ്വീകരിക്കണേ. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയോരെന്നെ രൂപഭാവ മാറ്റമേകി സ്വീകരിക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടുന്നെങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടുന്നെങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാടോടിടുന്നു ഞാൻ. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാടോടിടുന്നു ഞാൻ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടുന്നെങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല, അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല, അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ. ഒടുവിലത്തെ പന്തിയിൽ നമ്മേൽ തലമീനിൻ വീര്യമേകാൻ ആത്മശക്തി നേടിടാം ക്ഷണം. ഒടുവിലത്തെ പന്തിയിൽ നമ്മേൽ തലമീനിൻ വീര്യമേകാൻ ആത്മശക്തി നേടിടാം ക്ഷണം. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടുന്നെങ്ങൾ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടുന്നെങ്ങൾ.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം എടുക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു? പുനരുത്ഥാനം ചെയ്ത യേശു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയയ്ക്കായിരുന്നു. ആ ഭാഗം വിശദീകരിക്കുന്നതാണ് ഈ 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വേദഭാഗം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയ കല്ലറയ്ക്കലെത്തി. വളരെ പ്രതീക്ഷയോടുകൂടി, ചില ആഗ്രഹങ്ങളോടെ യേശുവിൻ്റെ ശരീരത്തിൽ പരിമള തൈലവും പുരട്ടുന്നതിന് വേണ്ടി, സുഗന്ധവർഗ്ഗം ഇടുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ ആണ് മറിയ കല്ലറയ്ക്കലെത്തിയത്. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു. അതെല്ലാം തകിടം മറിഞ്ഞു. അവിടെ ചെന്നപ്പോൾ യേശുവിൻ്റെ ശരീരമില്ല. വളരെ നിരാശയോടെ കരഞ്ഞുകൊണ്ട് ആ കല്ലറയ്ക്കൽ നിൽക്കുന്ന രംഗമാണ് നാം ആദ്യത്തെ ഭാഗങ്ങളിൽ, അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ നാം കാണുന്നത്. മറിയ അന്വേഷിച്ചത് ശീലകളിൽ പൊതിഞ്ഞ യേശുവിൻ്റെ ശരീരമാണ്. എന്നാൽ യേശു തൻ്റെ പരസ്യശുശ്രൂഷ വേളയിൽ പല സന്ദർഭങ്ങളിലായിട്ട് യേശു വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും തനിക്ക് നേരിടാനുള്ള കഷ്ടപ്പാടുകൾ എന്തെല്ലാമാണെന്നും യേശു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യത്തിലും 17-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യങ്ങളും നാം ഒന്നിച്ച് വായിക്കുമ്പോൾ അവിടെ എല്ലാം യേശു പറഞ്ഞിരുന്നു, എന്നെ ഈ മനുഷ്യർ തള്ളിക്കളയും, ഞാൻ മരിക്കും, എന്നെ കൊല്ലും, എന്നാൽ മരണത്തിനെ എന്നെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. അവർ കല്ലറ സീൽ ചെയ്താലും മുദ്രയിട്ടാലും ആ കല്ലറ തുറന്ന് ഞാൻ പുറത്ത് വരും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു അവരോട് പറഞ്ഞിരുന്നു. എങ്കിലും ഇതൊന്നും അവർക്ക് മനസ്സിലായില്ല. മറിയയ്ക്കും മനസ്സിലായില്ല. അവൾക്ക് ആ വചനം ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. എങ്കിലും യേശു മഗ്ദല മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ കാരണം എന്താണെന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാരണം, അവൾക്ക് ഒരു നല്ലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവളുടെ ലക്ഷ്യം യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരണം, യേശുവിൻ്റെ സാന്നിധ്യം വേണം. ഏതെല്ലാം പ്രതികൂലങ്ങളാണെങ്കിലും, പ്രഭാതത്തിൽ ഇരുട്ടാണെങ്കിലും, വശങ്ങളിലോ മുമ്പിലോ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ സാധ്യമല്ലെങ്കിലും, ആ പ്രതികൂലത്തിൻ്റെ നടുവിലും എനിക്ക് യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരണമെന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ദൈവമക്കളെ, ഒരു നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നാം ആരും നിരാശപ്പെടേണ്ടി വരികയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നാം ഈ വചനം കേൾക്കാൻ വന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? നാം ദൈവവേല ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നാം നമ്മിലേക്ക് തന്നെ ചോദിച്ചു നോക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നാം ഇന്ന് വിലയിരുത്തേണ്ട ദിവസമാണ്. നല്ലൊരു ലക്ഷ്യം. ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരിക്കാറുണ്ടോ? നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാറുണ്ടോ? കർത്താവേ, ഞാൻ ഇന്ന് നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഞാൻ ജയിച്ചവനായിട്ടല്ല വന്നിരിക്കുന്നത്, ഞാൻ തോൽവി അടഞ്ഞവനായി. എൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ സംഭവിച്ചു, അനേകം കുറവുകൾ സംഭവിച്ചു. എങ്കിലും ഈ പ്രാർത്ഥനാമുറിയിൽ ഞാൻ നിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയാണ്. എനിക്ക് നിൻ്റെ സാന്നിധ്യം അളവില്ലാതെ തരണം. എൻ്റെ പാപങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ നിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ പോകുകയാണ്. നീ ഒന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണം കർത്താവേ. എൻ്റെ യേശുവേ, ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് കൃപയാൽ ഒന്ന് കടന്നു വരണമേ.
ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കാറുണ്ടോ? നമ്മുടേതായ പാപത്തിൻ്റെ ഭാണ്ണക്കെട്ടുകൾ ദൈവസന്നിധിയിൽ തുറന്നു വെച്ചുകൊണ്ട്, ഇതാണ് എൻ്റെ അവസ്ഥ കർത്താവേ, ഇന്നും ഈ വചനം കേട്ടിട്ടും കർത്താവേ, ഇത്രയും കാലയളവിൽ നാളുകളേറെയായി ഈ വചനം കേൾക്കുന്നു, ഈ വചനം കേട്ടിട്ടും ഇന്നും എൻ്റെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന ചില പാപങ്ങളുണ്ട് കർത്താവേ. എനിക്ക് ഈ ബന്ധനങ്ങൾ അഴിയണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ ലക്ഷ്യം അത് മാത്രമാണ് കർത്താവേ. ഈ ഭൂമിയിലുള്ള എൻ്റെ ആവശ്യങ്ങളൊന്നും എനിക്ക് നടന്നു കിട്ടിയില്ലെങ്കിലും, എനിക്ക് എൻ്റേതായ ഭൗതികമായ ആവശ്യങ്ങളിൽ അനേക ആവശ്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ നോക്കുന്നില്ല. അതിനുവേണ്ടി അല്ല ഞാൻ നിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. എൻ്റെ പാപത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു കിട്ടണം, എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടണം. ഞാൻ ദൈവസന്നിധിയിൽ കർത്താവെ ഇന്നിരിക്കുമ്പോൾ നിൻ്റെ മുഖത്തേക്ക് ഞാൻ ആവലോടെ നോക്കുകയാണ്. എനിക്കിന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എനിക്ക് വിടുതൽ അനുഭവിച്ച്, വലിയൊരു മോചനം അനുഭവിച്ച്, എനിക്ക് ആർത്തുപാടി സ്തുതിച്ച് ഇന്ന് മടങ്ങിപ്പോകണം. ദൈവമക്കളെ, അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ നാം കൂട്ടായ്മയ്ക്ക് വരാറുണ്ടോ? നാം ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇതാ ദാവീദ് പ്രാർത്ഥിച്ചു. ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: യഹോവയോട് ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അപേക്ഷിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ആ ആഗ്രഹത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകുന്നില്ല. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ സന്നിധിയിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ദാവീദ് സിംഹാസനത്തിലിരിക്കുന്ന ആളാണ്. സിംഹാസനത്തിൽ വരുന്നതിന് മുമ്പ് അഭിഷേകതൈലം വീണ അന്നു മുതൽ അവൻ്റെ ജീവിതത്തിൽ പോരാട്ടം തുടങ്ങി. ഇതാ ആ രാജാവ് ശൗല് തന്നെ അവൻ എതിരാളിയായി തീർന്നു. ആ ശത്രുത്വം നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ഗുഹകളിൽ നിന്ന് ഗുഹകളിലേക്കും ഇതാ കാടുകളിൽ നിന്ന് കാടുകളിലേക്കും അലഞ്ഞു തിരിയുന്ന ഒരു ദാവീദിനെയാണ് നാം കാണുന്നത്. എന്നാൽ അതിനുശേഷം ഇതാ അധികാരത്തിൽ സിംഹാസനത്തിലിരുന്നു രാജാവായി വാഴുമ്പോഴും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു. ഇതാ വ്യഭിചാരം സംഭവിച്ചു, കുലപാതകം സംഭവിച്ചു. അതിനുശേഷം ഇതാ സ്വന്തം കുടുംബത്തിൽ തന്നെ ദാവീദിന് എതിർപ്പ് വന്നു. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഇതെല്ലാം പുറമെ നടന്നെങ്കിലും ദാവീദിന് ഒരു വ്യക്തമായ ഒരു തീരുമാനമുണ്ടായിരുന്നു, വ്യക്തമായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാൻ, എനിക്ക് അവൻ്റെ ആലയത്തിൽ വസിക്കണം എന്നുള്ള ആ ദാഹം ദാവീദിനുണ്ടായിരുന്നു. ദൈവമക്കളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം മാറേണ്ടിയിരിക്കുന്നു. നാം ക്രിസ്തുവിലേക്ക് നോക്കണം. നാം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, കർത്താവേ, എൻ്റെ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം, എനിക്ക് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ്, എൻ്റെ ബാധകൾ ഒഴിഞ്ഞ്, കർത്താവേ, എനിക്ക് നിന്നെ സ്തുതിക്കണം, നിന്നെ ആരാധിക്കണം, വലിയൊരു ആരാധന ഇന്ന് എൻ്റെ നാവിൽ തരണമെന്നുള്ള ആ ദാഹത്തോടെ നമുക്ക് ചേർന്നിരിക്കാൻ ദൈവമക്കളെയും. രണ്ടാമതായിട്ട് അവളുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ അവൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവളുടെ ആഗ്രഹം എന്താണ്? ആ യേശുവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ആ ക്രിസ്തുവിനോടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ക്രിസ്തുവിനോട് ഒരു വലിയൊരു ബന്ധം, വ്യക്തിപരമായ ഒരു ബന്ധം മറിയയ്ക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് മറിയ ആ 20-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 20-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി. യേശുവിനോടൊരു വ്യക്തിപരമായ ബന്ധം. എൻ്റെ കർത്താവ്, എൻ്റെ യേശു. എനിക്ക് ഈ ലോകത്തിൽ ഒരു കർത്താവുണ്ട്, ഒരു യേശു ഉണ്ട്, ഒരപ്പനുണ്ട്. ദൈവമക്കളെ, വ്യക്തിപരമായ ഒരു ബന്ധം, എൻ്റെ കർത്താവ്. ദൈവമക്കളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. എനിക്ക് എൻ്റെ യേശുവിനോട് ഒരു വ്യക്തിപരമായ ബന്ധം. എൻ്റെ യേശു, എനിക്കൊരു യേശു ഉണ്ട്. ഈ ലോകത്തിൽ നമ്മൾ പലതിനെക്കുറിച്ചും നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, വലിയ വീടുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാ ബിസിനസ്സുണ്ട്, എല്ലാ രംഗത്തും വരുമാനമുണ്ട്.
ഇല്ല, ഇതൊന്നുമില്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് പറയാൻ എനിക്കൊരു യേശുവുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്. അവൻ മാറിപ്പോകാത്തവനാണ്. ഇന്നലെയും ഇന്നും എന്നും മാറിപ്പോകാത്ത ഒരു യേശു എനിക്കുണ്ട് എന്ന് ദൈവമക്കളെ നമുക്ക് എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും? എന്തുകൊണ്ടാണ് മറിയയ്ക്ക് അത് പറയാൻ സാധിച്ചത്? ദൈവമക്കളെ, യേശു കുരിശിൽ കിടക്കുമ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ ഇതാ മറിയയുണ്ടായിരുന്നു. ഈ മഗ്ദലക്കാരത്തി മറിയയുണ്ടായിരുന്നു. മറ്റുള്ള സ്ത്രീകളുടെ കൂടെ ഈ കുരിശിൻ്റെ ചുവട്ടിൽ മഗ്ദലക്കാരത്തി മറിയയും ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം നാം അത് വായിക്കുമ്പോൾ തുടങ്ങുന്നത് കുരിശിനരികെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കുരിശിൻ്റെ ചുവട്ടിൽ മഗ്ദലക്കാരത്തി മറിയ നിൽക്കുകയാണ്. ആ കുരിശിലേക്കാണ് അവൾ നോക്കുന്നത്. ആ തലയോടിടം എന്ന സ്ഥലത്ത് പലതും നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ശബ്ദമാനമായ സ്ഥലമാണ്. യേശു കുരിശിൽ കിടക്കുന്നു. ആ കുരിശിലേക്ക് നോക്കി അനേകർ ദൂഷിക്കുന്നു, അനേകർ നിന്ദിക്കുന്നു, അനേകർ പരിഹസിക്കുന്നു. കൂടെ കിടക്കുന്ന ഒരു കള്ളനും ആ തിരുമൊഴികൾ കേട്ടിട്ടും, ആ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ തിരുമൊഴികൾ കേട്ടിട്ടും ആ ഒരു കള്ളൻ യേശുവിനെ നിന്ദിക്കുന്നു, യേശുവിനെ പരിഹസിക്കുന്നു. പോരാ ദൈവമക്കളെ, യേശുവിൻ്റെ ആ വസ്ത്രത്തിന് വേണ്ടി ചീട്ടിടുന്നവർ, ഇതെല്ലാം നടക്കുമ്പോഴും മറിയ അങ്ങോട്ടൊന്നും നോക്കുന്നില്ല, ആ രംഗത്തേക്കൊന്നും നോക്കുന്നില്ല. അവൾ നോക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. കുരിശിൽ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിലേക്കാണ് അവൾ നോക്കുന്നത്. ദൈവമക്കളെ, ആ കുരിശിനരികെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ആ കുരിശിൽ കൂടി ഒഴുകി വരുന്ന രക്തം, ആ ചീറിത്തെറിക്കുന്ന രക്തം ഈ മറിയയുടെയും ശരീരത്തിലേക്ക് വീണു. ദൈവമക്കളെ, നമുക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധം കിട്ടാൻ, യേശു ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ ബന്ധം കിട്ടാൻ നാം വേറെ ഒന്നും ചെയ്യണ്ട, ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യണ്ട. ആ കുരിശിലേക്ക് ചേർന്ന് നിൽക്കുക. ആ കുരിശിൻ്റെ ചുവട്ടിൽ കട്ടപിടിക്കാത്ത രക്തമുണ്ട്. ഇന്നും ആ രക്തമുണ്ട് ദൈവമക്കളെ. ഇന്നും നാം കടന്നു വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ആ കുരിശിൻ്റെ ചുവട്ടിൽ രക്തം കട്ടപിടിക്കാത്ത രക്തം അവിടെ കിടപ്പുണ്ട്. ആ രക്തത്തിൽ നമുക്ക് ഹല്ലേലൂയ, എൻ്റെ കർത്താവേ, ആ രക്തത്താൽ എനിക്കൊരു കഴുകൽ തരണമേ. കുളിച്ചോ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ ദൈവമക്കളെ, ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ചാൽ നമുക്ക് ക്രിസ്തുവിനോട് വ്യക്തിപരമായ ബന്ധം ലഭിക്കും. ഹല്ലേലൂയ. നമുക്ക് അടുത്ത് വരാൻ ദൈവമക്കളെ, നാം ആരും അകന്നു നിൽക്കേണ്ട ആവശ്യമില്ല. നാം ആരും നിരാശപ്പെട്ട് മനം കലങ്ങി ഇരിക്കണ്ട. നിങ്ങൾ തലകുമ്പിട്ടിരിക്കണ്ട. ഇന്ന് തല നിവർന്ന് നിങ്ങൾ തല പൊക്കി നോക്കേണ്ട ദിവസമാണ്. എങ്ങോട്ട്? മറ്റുള്ള വ്യക്തികളിലേക്കല്ല, ഹല്ലേലൂയ, അടുത്തിരിക്കുന്ന വ്യക്തികളിലേക്കല്ല, പുരുഷാരത്തിലേക്കല്ല നോക്കേണ്ടത്. നാം ക്രിസ്തുവിലേക്ക് നോക്കുക, യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. ഹല്ലേലൂയ. നാം അടുത്ത് ചെന്നാൽ ആ കുരിശിനോട് നാം അടുത്ത് ചെല്ലണം ദൈവമക്കളെ. നാം ആരും ദൂരത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസ് ഒരു വാക്യം പറയും, ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവി. ഒരു പഴയ കാലം, നിങ്ങളതെന്നും ഓർക്കണം. എൻ്റെ പഴയ കാലം എന്തായിരുന്നു? അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, അപ്പോസ്തലനെ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, മുമ്പേ ദൂരത്തായിരുന്ന നിങ്ങൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും സമീപത്തേക്ക് കടന്നു വരാം. നമ്മൾ ആരും മാറി നിൽക്കണ്ട, നാം ആരും ദൂരത്ത് നിൽക്കണ്ട, നമുക്ക് അടുത്തേക്ക് വരാം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ആ കുരിശിൻ്റെ ചുവട്ടിൽ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട് ദൈവമക്കളെ. ഇന്ന് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് പരിഹാരം കിട്ടുകയില്ല. ഇതിന് പരിഹാരമില്ല. നാളുകളായി ഞാൻ വിഷമിക്കുന്നു, നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്. ആ കുരിശിൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. ദൈവമക്കളെ, മൂന്നാമത്, മറിയയുടെ ജീവിതത്തിൽ, മറിയയുടെ ഹൃദയത്തിൽ ഒരു നിറവുണ്ടായിരുന്നു. എന്തിൻ്റെ നിറവായിരുന്നു? സ്നേഹത്തിൻ്റെ നിറവ്. ദൈവമക്കളെ, അതുവരെയും നാളുകൾക്ക് മുമ്പ് വരെയും ആ ഹൃദയത്തിൽ
ഭൂതങ്ങൾ കയറിയിരിക്കുകയായിരുന്നു. ആ ഭൂതങ്ങളായിരുന്നു അവളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. ഇതാ ഒരു തകർന്നുപോയ ഒരു കഴിഞ്ഞ കാലം അവൾക്ക് പറയാനുണ്ട്. ഇതാ ഭൂതം ബാധിച്ച് കർത്താവ് യേശുക്രിസ്തു 7 ഭൂതങ്ങളെ അവളിൽ നിന്ന് പുറത്താക്കിയെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഭൂതങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ലക്ഷ്യം ഇതല്ലാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന ആ ജീവിതത്തിൽ നിന്ന് യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കി. ഒരു ഭൂതം കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? ആ സ്ഥാനത്ത് 7 ഭൂതങ്ങൾ കയറിയിരുന്ന ആ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് അതിൽ നിന്ന് വിടുതൽ കൊടുത്തു, വിമോചനം കൊടുത്തു. ദൈവമക്കളെ, ഹല്ലേലൂയ. അതിൻ്റെ നന്ദിയോടെ, ആ സ്നേഹത്തോടെയാണ് മറിയ യേശുവിൻ്റെ കല്ലറയ്ക്കൽ വന്ന് നിൽക്കുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൾക്ക് ഏതെല്ലാം പ്രതികൂലങ്ങളിലും അതൊന്നും അവളെ അലട്ടിയില്ല, അതിലേക്കൊന്നും നോക്കിയില്ല. ശിഷ്യന്മാർ മടങ്ങിപ്പോയി. അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്, 20-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ ശിഷ്യന്മാർ അവരുടെ ഭവനത്തിലേക്ക്, വീട്ടിലേക്ക് മടങ്ങിപ്പോയെന്ന്. നാളുകളായിട്ട് 3-3.5 വർഷക്കാലം കൂടെ നടന്ന ഈ ശിഷ്യന്മാർ, ഇത്രയും നാൾ സീനിയറായിട്ടുള്ള ആളുകൾ, ഈ ശിഷ്യന്മാർ യേശു ബോധിച്ച് അവരെ തൻ്റെ വേലയ്ക്ക് തിരഞ്ഞെടുത്ത ഈ ശിഷ്യന്മാർ മടങ്ങിപ്പോയി. ഇനി എന്തിന് ഞാനിവിടെ നിൽക്കുന്നു? അവൾ ചിന്തിച്ചില്ല, അവൾ പിന്മാറിയില്ല. ഇതാ ആ കല്ലറയുടെ ഉള്ളിൽ ഇതാ ശീലകൾ കിടപ്പുണ്ട്, റൂമാല് കിടപ്പുണ്ട്. എന്നാൽ ഇതെങ്കിലും ആകട്ടെ, യേശുവിൻ്റെ ശരീരം കിട്ടിയില്ല. എന്നാൽ ഈ റൂമാലും ശീലകളുമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇടയ്ക്ക് അസമാധാനം വരുമ്പോൾ അതിലൊന്ന് വണങ്ങാം, അതിനൊന്ന് നമസ്കരിക്കാം, അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് വെച്ച് അതിലും അവൾ തൃപ്തിപ്പെട്ടില്ല. ദൈവമക്കളെ, ദൂതന്മാർ കണ്ടു, ദൂതന്മാർ പറഞ്ഞു. അവരുടെ വായിൽ നിന്നും ഒരു ആശ്വാസവാക്ക് കിട്ടിയില്ല. അവർ പറയുന്നു, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്ന്. ദൈവമക്കളെ, എല്ലാ രംഗത്തുനിന്നും ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കിട്ടുന്നില്ല. എങ്കിലും അവൾ അധൈര്യപ്പെട്ടില്ല, അവൾ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിയില്ല. എനിക്ക് യേശുവിനെ കിട്ടാതെ അവൻ്റെ പാദപീഠത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്നുള്ള ആ അതിയായ ദാഹം അവൾക്ക് ലഭിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ. യേശുക്രിസ്തു മാനിച്ചു. യേശുക്രിസ്തു ആ ലക്ഷ്യത്തോടെ നിൽക്കുന്ന ആ മറിയെ യേശു കണ്ടു. ഹല്ലേലൂയ. യേശു അവളുടെ അടുക്കലേക്ക് വന്നു, ആദ്യമായിട്ട് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു കാര്യം ഈ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് പറയുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ യേശുവിനെ അന്വേഷിച്ചിറങ്ങിയതല്ല ദൈവമക്കളെ, യേശു എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ ധരിച്ചത്. 2000-ാം ആണ്ടിൽ ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ വന്ന് വചനം കേൾക്കുമ്പോൾ വരെയും ഞാനൊരു മൂഢനായിരുന്നു. ദൈവമക്കളെ, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് ചിന്തിക്കാൻ വളരെയേറെ കാര്യങ്ങളുണ്ട്. ഞാൻ പ്രകടമായ പാപത്തിലേക്ക് പോയിട്ടില്ല, മദ്യപാനമില്ല, വെറുക്കൂത്ത് രംഗങ്ങളില്ല, അല്ലെങ്കിൽ സിനിമയില്ല, ചീത്ത കൂട്ടുകളില്ല, എല്ലാം കൊണ്ട് നല്ലവനായിട്ട് ജീവിക്കുന്നു. ആത്മീയ രംഗങ്ങളിലെല്ലാം ഞാൻ ഓടി നടക്കുന്നു, പ്രവർത്തിക്കുന്നു. ദൈവമക്കളെ, എന്നാൽ ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തെ തുറന്നു കാണിച്ചു തന്നു. എൻ്റെ ഹൃദയം ചീഞ്ഞ് നാറിയിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. ദൈവമക്കളെ, ഇന്ന് ഈ ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊരേ ഒരു പ്രാർത്ഥനയുള്ളൂ: കർത്താവേ, എന്നെ ഒന്ന് കഴുകണമേ കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ കർത്താവേ, ആ കുരിശിൽ നിന്ന് ഒഴുകി വന്ന രക്തത്താ എന്നെ അനുദിനം കഴുകണമേ കർത്താവേ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്നുള്ള വചനം. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് ഞാൻ തികഞ്ഞവനായി നിന്നുകൊണ്ടല്ല, എന്നിലൊരു നല്ല പ്രവൃത്തി, ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി എൻ്റെ യേശു ആരംഭിച്ചു. ഇതാ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ നമുക്ക് വായിക്കാം. അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. നീ എൻ്റെ സഹോദരന്മാരോട്, ശിഷ്യന്മാരെന്നല്ല പറയുന്നത്, അല്ല സ്നേഹിതന്മാരെന്നല്ല പറയുന്നത്, സഹോദരന്മാരെന്നാണ് വിളിക്കുന്നത്. ദൈവമക്കളെ, അതിൻ്റെ കാരണം എന്താണ്?
അതിൻ്റെ കാരണം എന്താണ്? യേശു അവിടെ അഭിസംബോധന ചെയ്യുന്നത്, എൻ്റെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ സഹോദരന്മാരെന്നാണ്. നിത്യനായ ദൈവത്തെ, പിതാവായ ദൈവത്തെ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്നാണ്. ദൈവമക്കളെ, അതിൻ്റെ കാരണം എന്താണ്? അതാണ് കുരിശിൽ നടന്ന അത്ഭുതം. ഹല്ലേലൂയ. ആ പിതാവായ ദൈവം തൻ്റെ കുടുംബത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ദത്തെടുത്തു. ഹല്ലേലൂയ. ദത്തെടുക്കുകയാണ്. തൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ദത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഇതാ യേശു പറയുകയാണ്, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ സഹോദരന്മാരാണ്. നമുക്കൊരു പിതാവേ ഉള്ളൂ, അത് നിത്യനായ ദൈവമാണ്. ദൈവം, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ പിതാവിനെ അപ്പാ എന്ന് വിളിക്കുവാനുള്ള ആ പുത്രത്വത്തിൻ്റെ പദവിയാണ് ദൈവമക്കളെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പദവി നാം എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ആ പദവി അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കില്ല ദൈവമക്കളെ. നമ്മുടെ ഹൃദയം, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ പദവിയാണ് നമുക്ക് പ്രാപിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, അപ്പ പിതാവേ എന്ന് വിളിക്കാനുള്ള പദവി ദൈവമക്കളെ, നിത്യനായ ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയുമാകുവാനുള്ള ആ ശ്രേഷ്ഠമായ പദവിയാണ് ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. നാം എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ദൈവമക്കളെ. അതുകൊണ്ടാണ് നാം ആരും അന്യരല്ല എന്ന് പറഞ്ഞത്. നാം ആരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യമായിട്ട് വന്നവരാണെങ്കിലും, ഹല്ലേലൂയ, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചു കൊണ്ടുവന്നതാണ് ദൈവമക്കളെ. ഈ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ നമുക്ക് ആ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാം. എൻ്റെ യേശുവേ, ഇനിയുള്ള കാലം, ഹല്ലേലൂയ, നിന്റെ മകനായി ഞാൻ നിന്നുകൊള്ളാം. ഞാൻ നിന്നെ പിതാവേ, സ്വർഗ്ഗസ്ഥനായി ഞങ്ങൾ പിതാവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ കർത്താവേ, ഇനി മുതൽ എൻ്റെ കർത്താവേ, നീ ഞങ്ങൾക്ക് പിതാവാണ്. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ മക്കളാണ് കർത്താവേ. ഈ പദവി തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ. നമുക്ക് ആ കുരിശിലേക്ക് നോക്കി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇനിയുള്ള എൻ്റെ യേശുവേ, ഞാൻ നിന്റെ വക, ഞാൻ നിന്റെ വക, ഞാൻ നിന്റെ മകനായിട്ട് ജീവിക്കും. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.